ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മ വന്നത് കണ്ട് അരികിലേക്ക് എത്തിയ സത്യഭാമ ശാരദാമ്മയെ സ്വീകരിക്കണം. ഇത്രയും നേരത്തെ വരണമെന്ന് പറഞ്ഞിട്ട് മകളുടെ സീമന്തമായിട്ട് ഇപ്പോഴാണ് വരുന്നത് ശാരദാമ്മ എന്ന സത്യഭാമയുടെ ചോദ്യം കേട്ട് ശാരദാമ്മ പറഞ്ഞു, അത് പിന്നെ സത്യാമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അല്പം വൈകി. മാത്രമല്ല ഇന്നലെ ഹോട്ടലിൽ അല്പം തിരക്കും ഉണ്ടായിരുന്നു. അതാണ്, ജോലി തിരക്ക് കാരണമാണ് വരാൻ വൈകിയത് എന്ന് ശാരദാമ്മ സത്യഭാമയോട് അറിയിച്ചു. അല്ല, ശാലിനി എവിടെ എന്ന് സത്യഭാമയോട് ശാരദാമ്മ ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, മോളെ അവിടെ പ്രീതി ഒരുക്കാനായി കൂട്ടിക്കൊണ്ടു പോയിരിക്കുക, മുകളിലത്തെ റൂമിലുണ്ട്, വാ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ശാരദാമ്മയെ വിളിക്കുന്നു. അപ്പോഴേക്കും ശാരദാമ്മയും ശാരിയും കൂടി ശ്യാമയെ ഒന്ന് രൂക്ഷമായി നോക്കിയതിനു ശേഷം നേരെ റൂമിലേക്ക് പോകാൻ അകത്തേക്ക് കയറുന്നു. സത്യഭാമ ശാരദാമ്മയെല്ലാം കൂട്ടി അകത്തേക്ക് വന്നത് അവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും കണ്ട് വലിയ സന്തോഷത്തോടെ സത്യഭാമ ശാരദാമ്മയെ പരിചയപ്പെടുത്തുന്നു. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ശാരദാമ്മയെ എന്ന് ചോദിച്ചതും എല്ലാവരും ചിരിച്ചുകൊണ്ട് മനസ്സിലായി എന്ന് തലയാട്ടുന്നു. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, അതെ, മോളെ കാണാനായിട്ട് ശാരദാമ്മ വന്നതാണ്, എന്തായാലും ഞാനേ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോട്ടെ എന്ന് പറഞ്ഞു സത്യഭാമ വേഗം ശാരദാമ്മയോട് റൂമിലേക്ക് പോയിക്കോളാൻ അറിയിച്ചു. സത്യഭാമ അപ്പോഴേക്കും ശാരദാമ്മയുടെ പോയിക്കോളാനായി സമ്മതം നൽകിയതും പിന്നാലെ ശ്യാമയും ഞാനും പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അതിനെന്താ എന്ന് പറഞ്ഞ് ശ്യാമയും ശാരികയും ശാരദാമ്മയോടൊപ്പം നേരെ ശാലിനിയെ കാണുവാനായി റൂമിലേക്ക് കയറിപ്പോകുന്നു. ഈ സമയത്ത് സത്യഭാമ അവർ മുകളിലേക്ക് പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ വിഷ്ണു ആകെ ടെൻഷനിലായി. സത്യാമ്മയോടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സത്യങ്ങൾ പറയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ വിഷ്ണു വിഷമത്തോടെ ശാരദാമ്മയും മറ്റു റൂമിലേക്ക് പോയതുകൊണ്ട് പിന്നാലെ റൂമിലേക്ക് പോകുന്നു. ഈ സമയത്ത് സത്യഭാമ ക്ഷണിച്ചിട്ട് വന്ന ആളുകളെ എല്ലാവരെയും കണ്ട് അവരാരും ജ്യൂസ് കുടിക്കാതിരിക്കുന്നത് കണ്ട് സത്യഭാമ ചോദിച്ചു, അല്ല, നിങ്ങളാരും എന്താ ജ്യൂസ് കുടിക്കാത്തത്? അപ്പോഴേക്കും എല്ലാവരും ചിരിച്ചുകൊണ്ട് ജ്യൂസ് കുടിക്കാൻ തയ്യാറാകുന്നു. ഈ സമയത്ത് വിഷ്ണു രാഘവൻ നായരെ നോക്കി ഞാൻ മുകളിലേക്ക് പോകട്ടെ എന്ന് രാഘവൻ നായരുടെ അനുമതി വാങ്ങിക്കുന്നു. രാഘവൻ നായർ പൊയ്ക്കൊള്ളാനായി കണ്ണുകൾ കൊണ്ട് തലകുലുക്കിയും കണ്ണുകൾ കൊണ്ട് അതിനുള്ള മറുപടിയും നൽകുമ്പോൾ വിഷ്ണു വേഗം തന്നെ ശാരദാമ്മയുടെ പിന്നാലെ റൂമിലേക്ക് പോകുന്നു. ഈ സമയത്ത് അവിടെ ശാലിനിയുടെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിനെ കുറിച്ച് സത്യാമ്മയോട് പറയാൻ കഴിയാത്തതിന് നിരാശയിൽ വിഷ്ണു നിൽക്കുമ്പോൾ അതോടൊപ്പം അർജുനും രോഹിത്തും അതേ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു. ഈ സമയത്താണ് സത്യഭാമ എല്ലാവരോടും പറഞ്ഞത്, എന്തായാലും ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഇനി എത്തിയല്ലോ, എന്റെ ക്ഷീണം സ്വീകരിച്ച് എല്ലാവരും വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്ന് സത്യഭാമ എല്ലാവരോടും സന്തോഷം പങ്കുവെക്കുമ്പോൾ ശാലിനി ഇനി എന്തൊക്കെ സംഭവിക്കുക എന്ന് ഓർത്ത് ആദ്യ പിടിച്ചു. അപ്പോഴാണ് ശാലിനിയുടെ സീമന്തത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സത്യഭാമയുടെ ക്ഷണം അനുസരിച്ച് സരള പറഞ്ഞനുസരിച്ച് അവിടേക്ക് സുസ്മിത വരുന്നത്. സുസ്മിത അവിടേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്റെ കയ്യിലുള്ള ആ മൊബൈലിൽ ഷൂട്ട് ചെയ്ത ആ വീഡിയോ ഇന്ന് ശാലിനിയുടെയും വിഷ്ണുവിന്റെയും ജീവിതം തകർത്തു കളയാനുള്ള വലിയൊരു ബോംബാണ് തന്റെ കയ്യിലിരിക്കുന്നുള്ള അഹങ്കാരത്തിൽ സുസ്മിത അതിലേക്ക് നോക്കി ഇരുന്നു. അപ്പോഴേക്കും ശാലിനി സീമന്തത്തിന് വേണ്ടി പ്രീതി ശാലിനിയെ അണിയിച്ചൊരുക്കുകയും ആ സമയത്ത് ശാലിനി റൂമിലിരിക്കുന്ന നേരത്ത് സത്യഭാമ തന്റെ സന്തോഷം കൂട്ടുകാരെ എല്ലാം വിളിച്ച് അറിയിച്ചതെല്ലാം ശാലിനി ഓർമ്മിച്ചു. എന്റെ മകന്റെ ഭാര്യ അങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെ കുടുംബം നോക്കാതെ ജീവിക്കുന്നവളല്ല, അവൾക്ക് ഇപ്പോ ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് വലിയ അഹങ്കാരത്തോടെ സത്യഭാമ തന്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ച് ആ സന്തോഷം പങ്കുവെച്ച കാര്യം ശാലിനി ഓർമ്മിക്കുന്നു. ശാലിനി ആകെ വേദനയോടെ അതെല്ലാം ഓർത്ത് സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ശാരദാമ്മയും ശാരികയും ഒപ്പം ശ്യാമയും കൂടി ആ റൂമിന് വാതിക്കലേക്ക് എത്തിയത്. ശാലിനിയും പ്രീതിയും അവരെ കണ്ടതോടെ വേഗം ചാടി നിൽക്കുന്നു. ശാരദാമ്മ ശാലിനി സീമന്തത്തിന് വേണ്ടി റെഡിയായി നിൽക്കുന്നത് കണ്ട് ആകെ വിഷമത്തോടെ റൂമിലേക്ക് കയറി ചെന്നു. ഈ കാഴ്ച കണ്ട ഉടനെ ശാലിനി വേഗം അമ്മയ്ക്ക് അരികിലേക്ക് ഓടിയെത്തി അമ്മേ എന്ന് വിളിച്ച് ശാരദാമ്മയെ കെട്ടിപ്പിടിക്കാനായി ചെന്നതും ശാരദാമ്മ ശാലിനിയെ തടയുന്നു. വേണ്ട, അത്തരം സ്നേഹപ്രകടനമൊന്നും വേണ്ട, നീ എന്റെ അടുത്തേക്ക് വരണ്ട ശാലിനി, നീ എന്നെ തൊട്ടുപോകരുത് എന്ന് ശാരദാമ്മ ശാലിനിയെ വിലക്കുന്നു. അമ്മേ എന്ന് വിളിച്ച് ശാലിനി വിവരം പറയാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ പറഞ്ഞു, ശാലിനി, ഇപ്പോഴാണോ ഞാൻ ഈ വിവരം അറിയേണ്ടത്? മകള് വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്ന് ഗർഭിണിയായി, ഇപ്പൊ സീമന്ത ചടങ്ങ് നടക്കാൻ പോകുന്നു, എന്നിട്ടും ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല. അതും ആ പാവം സത്യാമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയാണോ ശാലിനി വേണ്ടത് എന്ന് ചോദിച്ചിട്ടും ശാലിനി ശാരദാമ്മയോട് പറഞ്ഞു, അമ്മേ അത് പിന്നെ ഞാൻ പറയാം എന്ന് പറഞ്ഞ് ശാലിനി അരികിലേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോഴേക്കും ശാരിക ശാലിനിയെ തടയുന്നു. വേണ്ട ശാലിനി, നീ എന്തൊക്കെ ന്യായങ്ങൾ വിളമ്പിയാലും അതൊന്നും ഒരു കാരണവശാലും ശരിയാവില്ല. സാധാരണ നാട്ടിൽ ഈ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ ഗർഭിണിയാകാറുണ്ട്, അത് സത്യം തന്നെയാണ്. കാര്യം ആദ്യം അവൾ അവളുടെ ഭർത്താവിനോട് പറയും, അതിനുശേഷം അവളുടെ അമ്മയാണ് ഇവർ അറിയുന്നത്. എന്നാൽ ഇവിടെ ഇക്കാര്യം അറിയാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അമ്മയോട് ഇക്കാര്യം നീട്ട് പറഞ്ഞതുമില്ല ശാലിനി, അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന തെറ്റല്ല എന്ന്
ശാലിനിയെ കുറ്റപ്പെടുത്തി ശാരിക സംസാരിക്കുമ്പോൾ ഉടനെ വിഷ്ണു ഇടയ്ക്ക് വന്ന് പറഞ്ഞു, ശാരദാമ്മേ, ഇത് ശാലിനിയുടെ തെറ്റല്ല എന്ന് അറിയിച്ചു. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, ശരിയാ മോനെ, ശാലിനിയുടെ തെറ്റല്ല, സത്യമാണ്. കാരണം അങ്ങനെയെല്ലാം വളർത്തിയ അച്ഛനമ്മമാരാണല്ലോ, പെൺകുട്ടികളെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരാണല്ലോ അവരുടെ ഓരോ പ്രവൃത്തിയിലെയും തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ കയ്യിലുള്ള ഓരോ തെറ്റുകളും അവരുടെ അച്ഛനമ്മമാരുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റുകളാണല്ലോ, അവര് നേർവഴിക്ക് അവളെ നടത്താതിരുന്നത് കൊണ്ടാണല്ലോ അങ്ങനെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരിക്കലും ശാലിനിയെ തെറ്റ് പറയാനാവില്ല മോനെ. എങ്കിലും നിനക്കെങ്കിലും എന്നോടൊന്ന് പറയാമായിരുന്നു മോനെ. വിഷ്ണു, ഒരു വാക്ക് എന്നോടൊന്ന് അറിയിക്കാമായിരുന്നു എന്ന് വിഷ്ണുവിനോട് ശാരദാമ്മ പറയുന്നു. അത് കേട്ട് മറുപടി പറയാനാകാതെ വിഷ്ണു ആകെ തലകുമ്പിട്ടങ്ങനെ നിൽക്കുമ്പോൾ തൊട്ട് അരികിൽ നിൽക്കുന്ന ശ്യാമയെ ശാരദാമ്മ ശ്രദ്ധിച്ചു. ശ്യാമയുടെ അരികിലേക്ക് എത്തി പറഞ്ഞു, ശ്യാമേ, നീ ഇപ്പോൾ ഇവളെ പറയുന്നില്ല, കാരണം ഇവിടേക്ക് വിവാഹം കഴിച്ചു വന്നിട്ട് കുറെ നാളുകളായി. എന്നാൽ നീ എങ്ങനെയാണോ ശ്യാമേ, നീ വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. എന്നിട്ടും ഇക്കാര്യങ്ങളൊന്നും നിനക്ക് എന്നെ ഒന്ന് വിളിച്ചറിയിക്കാമായിരുന്നല്ലോ, ഒരു വാക്കെങ്കിലും നിനക്ക് എന്നോട് പറയാമായിരുന്നല്ലോ എന്ന് ശാരദാമ്മ ശ്യാമയോട് പരിഭവം പറയുന്നു. ഇതെല്ലാം കേട്ടതും ശ്യാമ പറഞ്ഞു, അത് പിന്നെ അമ്മ എന്ന് പറഞ്ഞ് ശ്യാമ കാര്യം പറയാൻ തുടങ്ങുമ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, ഓ, അല്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും കിരിയും പാമ്പും പോലെ ആയിരുന്നല്ലോ. എന്തായാലും അതൊക്കെ മാറി രണ്ടുപേരും സ്നേഹത്തിലായതിൽ ഈ അമ്മയ്ക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ശാരദാമ്മ സന്തോഷം പറയുമ്പോ ഉടനെ ശ്യാമ പറഞ്ഞു, എന്റെ അമ്മ, ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയാനായിട്ട് അമ്മ എന്താ അറിയാത്തത്? ഞാനിപ്പോ ഇങ്ങനെയായെങ്കിൽ, എന്റെ ഈ സ്വഭാവത്തിൽ മാറ്റം വന്നുവെങ്കിൽ അതിന്റെ കാരണം എന്തുകൊണ്ട് അമ്മ അന്വേഷിച്ചില്ല? അമ്മേ, അതിനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ മനസ്സിലാക്കി എന്റെ കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനും എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുമെന്ന്. എനിക്ക് വേണ്ടി എന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം പോലും തകരാൻ, അല്ലെങ്കിൽ സ്വന്തം ജീവിതം പോലും പണയപ്പെടുത്താനും അവർ ജീവൻ വേണമെങ്കിലും കളയാനും തയ്യാറായി നിൽക്കുന്നവരാണെന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ തിരിച്ചറിയാനുണ്ടായ സാഹചര്യമാണമ്മേ ഇതിനെല്ലാത്തിനും കാരണം. അമ്മ അത് മനസ്സിലാക്കാനോ അതറിയാനോ അമ്മ തയ്യാറാകുന്നില്ല. ഇപ്പോഴും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെയാണമ്മേ. എനിക്ക് വേണ്ടി എന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടിയാണ് ഇവിടെ കുഞ്ഞീച്ചിയും വിഷ്ണുവേട്ടനും ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സംഭവിക്കാനുള്ള കാരണവും അതാണ് എന്നെല്ലാം പറഞ്ഞതും ശാരദാമ്മ ചോദിച്ചു, നീ ഇവളെ ന്യായീകരിക്കാൻ നോക്കുകയാണോ ശ്യാമേ? എന്നാ നീ തന്നെ പറ, എന്താ കാര്യം? ഇവള് ഈ കാര്യം പറയാതിരിക്കുന്നതിന് കാരണം എന്താ? എന്നോട് പറ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ശാലിനി പറഞ്ഞു, ഞാൻ പ്രഗ്നന്റ് അല്ലമ്മേ, അതാണ് കാരണം. അത് കേട്ട ഉടനെ ശാരദാമ്മ ഞെട്ടി. ശാരികയും ആകെ ഞെട്ടലോടെ ശാലിനിയെ നോക്കി. എന്താണ് നീ പറഞ്ഞത് എന്ന് ശാരദാമ്മ ആശങ്കയോടെയും അതിശയത്തോടെയും ശാലിനിയോട് അന്വേഷിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അതെ അമ്മേ, ഞാൻ പ്രഗ്നന്റ് അല്ല, അതാണ് സത്യം. അത് കേട്ട ഉടനെ ശാരദാമ്മയ്ക്ക് വല്ലാത്ത ഞെട്ടലുണ്ടാവുന്നു. നീ പ്രഗ്നന്റ് അല്ലെന്നോ? എന്താ നീ പറഞ്ഞു വരുന്നത്? എന്നിട്ട് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്ന ഈ ചടങ്ങോ? നിന്റെ സീമന്തമല്ലേ ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് ശാരദാമ്മ ആശ്ചര്യത്തോടെ ചോദിച്ചു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, അതേ അമ്മേ, അക്കാര്യാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്, ഇവിടെ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച്. അപ്പോഴേക്കും ഉടനെ ശാരിക മുന്നിലേക്ക് വന്നു. ശാലിനി, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? നീ ഗർഭിണിയല്ലെന്നോ? ദേ, വെറുതെ നീ കുട്ടിക്കളി ഇറക്കരുത് കേട്ടോ. ഇവിടെ ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും നോക്കണ്ട. ശാലിനി, നീ സത്യം പറ, നീ ഇങ്ങനെയൊക്കെ എന്തിനാ വെറുതെ നാടകം കളിക്കുന്നത് എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞ സത്യമാണ് ശാരികേച്ചി, ഞാൻ പ്രഗ്നന്റ് അല്ല എന്ന് പറഞ്ഞതും ഉടനെ ശാരിക ചോദിച്ചു, പിന്നെ ഈ താഴെ നടക്കുന്ന ചടങ്ങൊക്കെയോ? നിന്റെ സീമന്തമാണെന്ന് പറഞ്ഞല്ലേ ഇവിടെ ഈ ആളുകളെയെല്ലാം വിളിച്ചു വരുത്തി ഈ ചടങ്ങെല്ലാം നടത്തുന്നത് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, അത് ഒരബദ്ധം പറ്റിയതാണ്, ഞങ്ങൾക്ക് പറ്റിയ ഒരബദ്ധമാണ്. സത്യാമ്മയോട് അങ്ങനെ ഒരു കളവ് പറയേണ്ടി വന്നു, അതുകൊണ്ടാണ് എന്ന് ശാലിനി വിഷമത്തോടെ സത്യഭാമയോട് പറഞ്ഞ ആ കളവിനെ കുറിച്ച് ശാരദാമ്മയോടും ശാരികയോടും പറയാൻ ശ്രമിക്കുമ്പോൾ ഉടനെ ശാരദാമ്മ ഇതൊക്കെ എന്താ സംഭവിച്ചെന്നുള്ള അറിയാതെ ആശ്ചര്യത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നു. വിഷ്ണുവിനോടും ശാരദാമ്മ ആശ്ചര്യത്തോടെ ചോദിച്ചു, അല്ല മോനെ, എന്തൊക്കെയാ ഈ പറയുന്നത്? എന്തൊക്കെയാണ് സംഭവിച്ചത്? അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, ശാരദാമ്മേ, ശാലിനിയുടെ കുറ്റമല്ല, ഞാൻ പറയാം, എന്ത് സംഭവിച്ചെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ് വിഷ്ണു നടന്ന കാര്യങ്ങൾ ശാരദാമ്മയോട് പറയുന്നു. ഈ സമയത്ത് താഴെ സീമന്തത്തിന് വേണ്ടിയുള്ള എല്ലാ പൂജാകർമ്മങ്ങളും നടന്നുകൊണ്ടിരുന്നു. എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സത്യങ്ങൾ അറിയാവുന്ന പിള്ളേച്ചനും രാഘവൻ നായരും അർജുനും ഒക്കെ ആശങ്കയോടെ നോക്കി നിൽക്കുമ്പോൾ സത്യഭാമ മാത്രം ഇതൊന്നും അറിയാത്ത വലിയ സന്തോഷത്തിൽ മകന്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു എന്നതിന്റെ സന്തോഷം പങ്കിട്ട് വലിയൊരു നേട്ടം കൈവരിച്ചതിന്റെ ആ ആഘോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് കമലൻ എത്തുന്നത്. കമലൻ വന്നു കയറിയതും
സത്യമ്മ ചോദിച്ചു, എടാ കമല, നീ എന്താ ഇത്രയും വൈകിയത്? അപ്പോഴേക്കും കമലം പറഞ്ഞു, അത് പിന്നെ മൊബൈൽ റെസ്റ്റോറന്റിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു സത്യാമ്മേ. ഉടനെ തന്നെ സത്യാമ്മ പറഞ്ഞു, ഓ, അപ്പോ നീ വലിയ മുതലാളിയായല്ലോ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി എന്ന് സത്യാമ്മ കമലിനോട് പറഞ്ഞു. ഉടനെ തന്നെ കമലൻ രോഹിത്തിനോടും അർജുനോടും ചെന്ന് തന്റെ സൗഹൃദം പുതുക്കിയതിനു ശേഷം രാഘവൻ നായരോട് സംസാരിച്ച് അപ്പുറത്ത് മാറി നിന്നു. ആശാനിപ്പോ വരുമല്ലേ എന്ന് ചോദിച്ചതും ഉടനെ തന്നെ എത്തുമെന്ന് പറഞ്ഞിട്ടും എല്ലാവരുടെയും മുഖത്ത് വല്ലാത്ത ആശങ്ക കമലൻ കാണാനിടയായി. എന്താ കാര്യം എന്നറിയാതെ ഞെട്ടലോടെ അങ്ങനെ നോക്കുമ്പോഴാണ് സത്യമ്മ വിളിച്ചതനുസരിച്ച് ഫാമിലി ഡോക്ടറായിട്ടുള്ള കഴിഞ്ഞ തവണയും അവിടെ പ്രീതിയുടെ ആവശ്യത്തിനും അവിടേക്ക് എത്തിയ ആ ഡോക്ടർ വീണ്ടും സത്യാമ്മയുടെ സൗഹൃദം പുതുക്കിക്കൊണ്ട് അവിടേക്ക് എത്തി. സത്യാമ്മയുടെ അരികിലേക്ക് എത്തി. അവർ ചോദിച്ചു, ഞാൻ വൈകിട്ടൊന്നും ഇല്ലല്ലോ ഭാമേ അല്ലെ എന്ന് ചോദിച്ചിട്ടും, ഇല്ല, ഇവിടെ ചടങ്ങ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് സത്യഭാമ അവരെയും സ്വീകരിച്ചു. അപ്പോഴേക്കും വിഷ്ണുവും ശാലിനിയും എല്ലാവരും കാര്യങ്ങളെല്ലാം ശാരദാമ്മയെ അറിയിച്ചു. എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, എന്താ ഈ പറഞ്ഞു വരുന്നത്? നിങ്ങൾ ഇത്രയും വലിയൊരു നുണയാണോ സത്യാമ്മയോട് പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ ഇത്രേ സംഭവിച്ചുള്ളൂ അല്ലെ? ഇത്രയേ ഉള്ളൂ? ഇത്രയും ചെറിയ തെറ്റാ ചെയ്തത് അല്ലെ? എന്താ മോനെ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിച്ച് ശാരദാമ്മ വേഗം ശാലിനിക്ക് അരികിലേക്ക് ചെന്നു. മോളെ, നീ ഒരു പെണ്ണല്ലേ, നിനക്കറിഞ്ഞുകൂടെ ഈ പറയുന്നതിന്റെ ആ ഒരു ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുത്തിയിരിക്കുന്ന ഈ കള്ളത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന്? നീ ഒരു പെണ്ണായിട്ട് പോലും ഇതിനെക്കുറിച്ചൊന്നും നിനക്ക് യാതൊരു ബോധവും ഇല്ലാതായി പോയോ? അത്ര നിസ്സാരമായി ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ മോളെ? അങ്ങനെ അത്ര പെട്ടെന്ന് ആരെ കൊണ്ടെങ്കിലും അത് മറക്കാൻ കഴിയുന്ന ഒന്നാണോ? ഈ ഒരു തെറ്റിനെ അത്ര പെട്ടെന്ന് തിരുത്താനാവോ മോളെ? ഇത് എങ്ങനെയാണ് സഹിക്കുക? താഴെ ഒരു അമ്മയുണ്ട്. സ്വന്തം മകന്റെ ജീവൻ നിന്റെ വയറ്റിൽ തുടിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ സന്തോഷം, ആ കുരുന്ന ജീവൻ നിന്റെ വയറ്റിൽ ഉത്ഭവിച്ചിട്ടുണ്ട് എന്ന് ആഘോഷിക്കുകയാണ് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി. ആ പാവത്തോട് ഇങ്ങനെ ഒരു നീതികേട് കാണിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു മോളെ? ഒരിക്കലും അത് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സീമന്തത്തിന്റെ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പെങ്കിലും ഈ സത്യം പറഞ്ഞുകൂടായിരുന്നോ? ഇങ്ങനെ ഒരു കള്ളം നിങ്ങൾ പറഞ്ഞു എങ്കിലും ഇതിനു മുൻപ് ഇത്രത്തോളമൊക്കെ എത്തുന്നതിന് മുൻപ് ആ കളവ് സത്യാമ്മയുടെ മുന്നിൽ നിങ്ങൾക്ക് തിരുത്താൻ പാടില്ലായിരുന്നോ എന്ന് പറഞ്ഞതും ഉടനെ ശാലിനിയോട്, നീ എന്താ ഒന്നും പറയാത്തത് എന്ന് ചോദിച്ചും ശാലിനി പറഞ്ഞു, എനിക്കറിയില്ല അമ്മേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോഴേക്കും വിഷ്ണു ശാരദാമ്മയോട് പറഞ്ഞു, ശാരദാമ്മയെ ശാലിനിയെ കുറ്റപ്പെടുത്തണ്ട, ഞാനാ ഇതെല്ലാം ചെയ്തത്. ഉടനെ ശാരദാമ്മ വേഗം വിഷ്ണുവിന് അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, ഇനി ഇതെല്ലാം സത്യാമ്മ അറിഞ്ഞു കഴിയുമ്പോ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് അറിയാമോ? എന്തായിരിക്കും സത്യാമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന നീക്കം? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇക്കാര്യം സത്യാമ്മയെ അറിയിച്ചേ പറ്റൂ. ഇന്നത്തെ ഈ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പെങ്കിലും ഇക്കാര്യം സത്യാമ്മയെ അറിയിക്കണം മോനെ എന്ന് ശാരദാമ്മ അറിയിച്ചു. അത് കേട്ടതും വിഷ്ണു പറഞ്ഞു, ഞാൻ പറയാനായി പലവട്ടം ശ്രമിച്ചതാണ് ശാരദാമ്മേ, ഇനിയും ഞാൻ ആ ശ്രമം തുടരും. ഉടനെ തന്നെ അമ്മയോട് എല്ലാ സത്യങ്ങളും ഞാൻ പറയും എന്ന് വിഷ്ണു ശാരദാമ്മയ്ക്ക് വാക്ക് നൽകി. ഇത് കേട്ടതും ഉടനെ ശാലിനി പറഞ്ഞു, അമ്മേ, ഇനി എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചിട്ടും ശാരദാമ്മ പറഞ്ഞു, ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഇനി എന്ത് ചെയ്യാനാണെന്നോ? എന്റെ മോളെ, നിങ്ങൾ കരുതുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല ഇത്. ഒരു നിസ്സാരവൽക്കരിക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിരിക്കുന്നത്. ഉടനെ ശാലിനി പറഞ്ഞു, അമ്മേ, അപ്പോഴത്തെ സാഹചര്യത്തിൽ രോഹിത്തിന്റെയും ശ്യാമയുടെയും ജീവിതം രക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞത് ഉടനെ സത്യമ്മ പറഞ്ഞു, ശാരദാമ്മ ഉടനെ ചോദിച്ചു, അല്ല, അതെങ്ങനെ ശരിയാകും? ഈ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ സ്വയം നിങ്ങളുടെ തോളിലേറ്റാനാണോ ശ്രമിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, രോഹിത്തിനും ശ്യാമയ്ക്കും ഒരുമിച്ച് ഒരു ജീവിതം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾ ഇതുപോലുള്ള തെറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, മറ്റൊരു കാര്യം ഓർമ്മിക്കണം, മുമ്പൊരു വട്ടം ഇതുപോലെ തന്നെ പ്രീതിയുടെ കാര്യത്തിന് വേണ്ടി ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറഞ്ഞ് സ്വയം കുറ്റവാളിയായി മാറിയതാണ് ശാലിനി. അന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടെ? ദൈവത്തിന്റെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് എന്റെ മോളുടെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഇന്ന് സുസ്മിതയുടെ കഴുത്തിൽ കിടക്കുമായിരുന്നു. അന്ന് സത്യാമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം എന്താണ് നിങ്ങൾക്ക് ആർക്കും ഓർമ്മയില്ലേ? ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് വിഷ്ണുമോനോട് പോലും ശാലിനി സത്യങ്ങൾ പറഞ്ഞിരുന്നില്ല. അന്ന് സംഭവിച്ചതുപോലെയുള്ള തെറ്റ് ഇനിയും ആവർത്തിക്കപ്പെടാൻ പോവുകയാണ്. അതുതന്നെയാണ് ഇനിയും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സത്യാമ്മയെ വിവരം അറിയിക്കണം. സത്യാമ്മ കാര്യങ്ങൾ മനസ്സിലാക്കണം, അറിയണം. ഇനിയും അതിന് അമാന്തം കാട്ടിയാൽ ഇത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്കായി കാര്യങ്ങൾ എത്തിച്ചേരും എന്ന് ശാരദാമ്മ എല്ലാവരോടുമായി അറിയിച്ചു. ഉടനെ വിഷ്ണു പറഞ്ഞു, ഇല്ല ശാരദാമ്മേ, ഉടനെ തന്നെ ഞാൻ ഈ സത്യങ്ങൾ പറയും. അത് മാത്രമല്ല, ഈ സത്യങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയാം. അതായത്
നമ്മളെ ഒരിക്കലും ഒറ്റ കൊടുക്കത്തില്ലാത്ത, നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതം തകർക്കാൻ ഒരിക്കലും കൂട്ടു നിൽക്കാത്ത ആളുകൾക്ക് മാത്രമേ ഈ സത്യം അറിയുകയുള്ളൂ. ഉടനെ തന്നെ അവരുടെ നാവിൽ നിന്ന് ഒരു കാരണവശാലും ഇത് പുറത്തു പോവുകയുമില്ല. അവരൊരിക്കലും ജീവൻ പോയാൽ പോലും ഈ സത്യം അമ്മയോട് പറയാൻ തയ്യാറാകില്ല. അതെനിക്ക് ഉറപ്പാണ്. അതോർത്ത് ശാരദാമ്മ പേടിക്കണ്ട എന്ന് വിഷ്ണു ശാരദാമ്മയോട് പറയുമ്പോ വിഷ്ണു പോലും അറിയാതെ ഈ വലിയൊരു രഹസ്യം തന്റെ മൊബൈലിനുള്ളിൽ ആ വീഡിയോ പകർത്തിയെടുത്ത് ആ സന്തോഷം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് സത്യഭാമയുടെ ക്ഷണം സ്വീകരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സുസ്മിതയുടെ മനസ്സിലെ ആ നീച്ച പ്രവൃത്തിയെക്കുറിച്ച് വിഷ്ണു അറിയാതെ ശാരദാമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം അമ്മ നമ്മൾ പറയാതെ മറ്റാരിൽ നാവിൽ നിന്നും അറിയുകയില്ല എന്ന് വിഷ്ണു ശാരദാമ്മയോട് പറയുമ്പോ ശാരദാമ്മ പറഞ്ഞു, മോനെ ഇനിയും അങ്ങനെ പറഞ്ഞുകൊണ്ട് കാത്തിരിക്കാൻ കഴിയില്ല. ഈ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പെങ്കിലും സത്യാമ്മ ആ സത്യം അറിയണം. സത്യാമ്മയോട് അത് തുറന്നു പറയണം. എനിക്ക് ഇതൊന്നും ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ശാരദാമ്മ തലയ്ക്ക് കൈയും കൊടുത്ത് ആകെ വിഷമിച്ച് റൂമിൽ അങ്ങനെ ഇരുന്നു. അങ്ങനെ എല്ലാവരും ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ ഈ പ്രശ്നത്തെ പരിഹരിക്കുമെന്നറിയാതെ ആകെ ടെൻഷനോട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ശാലിനിയെ കാണുവാനായി അകത്തേക്ക് സത്യാമ്മ എത്തിയത്. റൂമിന് വാതിക്കൽ വന്ന് മോളെ ശാലിനി എന്ന് വിളിച്ചതും ഉടനെ തന്നെ ശാലിനി ഞെട്ടലോടെ സത്യാമ്മയെ നോക്കി. എല്ലാവരും സത്യാമ്മയുടെ സത്യങ്ങൾ തുറന്നു പറയണമെന്ന് പറഞ്ഞ് തീരുമാനത്തിലെത്തി നിൽക്കുമ്പോഴാണ് സത്യാമ്മ വാതിക്കലേക്ക് എത്തിയത്. ശാലിനി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കണ്ടതോടെ സത്യഭാമ അരികിലേക്ക് എത്തി. സത്യാമ്മ ശാലിനിയെ കണ്ടിട്ട് അരികിൽ വന്ന് പറഞ്ഞു, ആഹാ എന്റെ തങ്കക്കൂടം ഇപ്പോ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് ഇന്ന് എന്റെ പൊന്നുമോളെ കാണാനായിട്ട് എന്ന് പറഞ്ഞ് ശാലിനിയെ ചേർത്ത് പിടിച്ച് സത്യഭാമ ഒരു ഉമ്മ കൊടുത്ത് അങ്ങനെ മകളോട് സ്നേഹം പങ്കുവെക്കുന്നത് കണ്ട് ശാരദാമ്മ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന സത്യഭാമയുടെ മാറ്റത്തെ കുറിച്ച് ഓർത്ത് ഭയന്നു. ഉടനെ തന്നെ എന്ത് പറയണമെന്നറിയാതെ എല്ലാവരും ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോ ശാലിനിയോട് സത്യാമ്മ പറഞ്ഞു, മോളെ നീ താഴേക്ക് വാ, താഴെ ചടങ്ങ് തുടങ്ങാറായി. എന്തായാലും എന്റെ മോളെ ഇന്ന് കാണാൻ മുമ്പത്തേക്കാളും സുന്ദരിയാണ് കേട്ടോ. അല്ല ശാരദാമ്മേ, ശാരദാമ്മ പറഞ്ഞു കൊടുത്തില്ലേ എന്ത് കാരണത്താലാണ് എന്റെ മോളെ ഇന്ന് കാണാൻ ഇത്രയും ഐശ്വര്യവും ഭംഗിയും ഉള്ളതെന്ന്? അതിനെ കാരണം വേറൊന്നുമല്ല കേട്ടോ, ഈ വയറ്റിനുള്ളിൽ കിടക്കുന്ന എന്റെ രാജകുമാരനാണ് ഈ സന്തോഷത്തിന്റെയും ഈ സൗന്ദര്യത്തിന്റെയും ഒക്കെ പിന്നിലുള്ള കാരണം. അത് മോൾക്കറിയില്ല എന്ന് മാത്രം എന്ന് പറഞ്ഞ് സത്യാമ്മ ശാലിനിയുടെ വയറ് തൊട്ടിട്ട് പറഞ്ഞു, അതെ ഈ രാജകുമാരനാണ് ഈ ഐശ്വര്യവും ഈ മുഖപ്രസാദവും ഒക്കെ തരുന്നത് എന്ന് പറഞ്ഞ് സത്യഭാമ ശാലിനിയോട് താഴേക്ക് വരാനായി അറിയിച്ചു. ശാലിനിയെ വിളിച്ചുകൊണ്ട് സത്യഭാമ പോകാൻ ഒരുങ്ങുമ്പോ വിഷ്ണുവിനോട് പ്രീതി പറഞ്ഞു, വിഷ്ണുട്ട ഇനിയെങ്കിലും പറ. അപ്പോഴേക്കും വിഷ്ണു ധൈര്യം സംഭരിച്ച് സത്യാമ്മയുടെ അരികിലേക്ക് എത്തി പറഞ്ഞു, അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ വിഷ്ണു കാര്യം സംസാരിക്കാനായി അരികിലേക്ക് വന്നതും സത്യാമ്മ പറഞ്ഞു, എടാ അതൊക്കെ ഇനി ചടങ്ങ് കഴിഞ്ഞിട്ട് മതി, പിന്നീടാട്ടെ നീ സംസാരിക്കുന്നത്. എന്തായാലും ആദ്യം ഈ ചടങ്ങ്, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞു സത്യാമ്മ വേഗം ശാലിനിയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ശാലിനി സത്യാമ്മയോടൊപ്പം പുറത്തേക്ക് പോകുമ്പോൾ അവിടെ മറ്റുള്ളവരെല്ലാം നോക്കി നിൽക്കുന്നത് കണ്ട് സത്യാമ്മ പറഞ്ഞു, അല്ല എന്താ ശാരദാമ്മ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, വാ എല്ലാരും ഇറങ്ങി വാ എന്ന് പറഞ്ഞ് സത്യാമ്മ എല്ലാവരെയും ക്ഷണിച്ചു. ശാരദാമ്മ ശരി സത്യാമ്മ എന്ന് പറഞ്ഞ് കൂടെ പോകാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എല്ലാവരെയും ഒന്ന് ഉറ്റുനോക്കി ഭയത്തോടെ സത്യാമ്മയുടെ പിന്നാലെ ശാരദാമ്മയും ചെല്ലുന്നു. പിന്നീട് പ്രീതിയും ഒപ്പം ശാരികയും ശ്യാമയും എല്ലാം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും വിഷ്ണു ആകെ തനിച്ച് റൂമിൽ ആകെ ആശങ്കയോടെ നിന്നു. എങ്ങനെ ഈ സത്യം അമ്മയ്ക്ക് മുന്നിൽ ഞാൻ പറയും, അമ്മയോട് എങ്ങനെ ഈ കാര്യം വെളിപ്പെടുത്തും, അമ്മയോട് ഈ സത്യം പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത്, അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് വിഷ്ണു ആകെ അസ്വസ്ഥനായി നിന്നു. അങ്ങനെ വിഷ്ണു അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് താഴെ സീമന്തത്തിന്റെ ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു. സീമന്തം തുടങ്ങാനായി ഇനി അല്പനേരം കൂടി ബാക്കിയുള്ളതുകൊണ്ട് അവിടെ എല്ലാവരും ശാലിനിയുടെ വരവും പ്രതീക്ഷിച്ച് അങ്ങനെ കാത്തു നിന്നു. അപ്പോഴേക്കും സത്യഭാമ ശാലിനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ താഴേക്ക് ഇറങ്ങി വരുന്നു. ശാലിനി പൂജാരിയുടെ അരികിലേക്ക് വന്നെത്തിയതും പൂജാരി ശാലിനിയോട് ആ പീഠത്തിൽ ഇരിക്കാനായി അറിയിച്ചു. ശാലിനി ആ പീഠത്തിലേക്ക് ഇരിക്കുമ്പോൾ ശാലിനിയുടെ മുഖഭാവം അവിടെ നിന്ന് മാലതിക്കൊപ്പം വന്ന മറ്റൊരു സുഹൃത്തും കൂടി ശ്രദ്ധിച്ചു. അവർ പറഞ്ഞു, പെങ്കൊച്ചിന്റെ മുഖത്ത് ഒട്ടും സന്തോഷം കാണുന്നില്ലല്ലോ, അവൾക്ക് ഒട്ടും താല്പര്യം ഇല്ലെന്ന് തോന്നും. സത്യത്തിൽ സത്യഭാമയുടെ നിർബന്ധപ്രകാരം ഈ ഗർഭവും പിന്നെ ഇങ്ങനെയൊരു ചടങ്ങുമൊക്കെ എന്നാണ് അവളുടെ മുഖത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവളുടെ യാതൊരു സന്തോഷവും ഇല്ലാത്ത ആ മുഖം കാണുമ്പോൾ എനിക്ക് എങ്ങനെയാ തോന്നുന്നത്, സത്യഭാമയുടെ നിർബന്ധപ്രകാരമാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് അവളുടെ മുഖത്ത് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും എന്നെല്ലാം അവരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി
മുഖത്ത് ഒരു പുഞ്ചിരി വരുത്താനുള്ള ശ്രമം നടത്തുന്നു. മറ്റുള്ളവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്ന ഭാവത്തിൽ അങ്ങനെ ശാലിനി ഇരിക്കുമ്പോൾ സത്യങ്ങളൊക്കെ അമ്മയോട് ഇനിയെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ട് വിഷ്ണുവും പിന്നാലെ അവിടേക്ക് എത്തുന്നു.